നമസ്കാരം. ശ്രീ ഋഷി ഗ്ലോബലിന്റെ നോളജ് ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പ്രീവിയസ് 2-3 വീഡിയോസിലായിട്ട് റീസണിങ്ങിലെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ 1-2 ചോദ്യങ്ങളും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതുപോലെ ഡയറക്ഷന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ എന്നോണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് നമുക്ക് ഫിഗറിൽ നിന്ന് കുറച്ച് ടഫായിട്ട് വരുന്നു. നമ്മൾ ഫിഗർ ഔട്ട് ചെയ്താലും ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടെ കാണാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കാരണം ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ പ്രീവിയസ്ലി കണ്ടത് നമുക്ക് പടം വരച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ചിലർക്കെങ്കിലും. ചിലർ ഈസി ആയിട്ട് ചെയ്തു പോകും, ചിലർക്കെങ്കിലും കുറച്ച് അധികം കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ കണ്ടന്റ്. നമുക്ക് നേരെ തുടങ്ങും. ചോദ്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ ഡയറക്ഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. അതെല്ലാം പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതാണ് ആദ്യം കാണുന്നതെങ്കിൽ ഫസ്റ്റ് അതൊന്നും കാണാൻ ട്രൈ ചെയ്തിട്ട് ഇതിലോട്ട് വരുന്നതായിരിക്കും ആദ്യം കാണുന്നത്. നമുക്ക് നോക്കാം. A man tracks 3 kilometer north. അപ്പൊ ഒരു മനുഷ്യനുണ്ട്, അയാൾ എന്ത് ചെയ്യുന്നു? കിലോമീറ്റർ നോർത്തിലോട്ടാണ് പോകുന്നത്. നോർത്ത് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. അപ്പൊ 3 കിലോമീറ്റർ ശേഷം അപ്പൊ നോർത്ത് അയാൾ എവിടെന്നാ പോകുന്നത്? ഓഫീസിൽ നിന്ന്. അപ്പൊ അയാളുടെ ഓഫീസാണ് ഈ പോകുന്നത്. ശേഷം he turned right and walks 4 kilometer. അപ്പൊ മുകളിലോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ. അപ്പൊ അയാള് എത്ര കിലോമീറ്റർ ആണ്? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ എന്ത് ചെയ്തു? റൈറ്റിലോട്ട് പോയി. then he took a left. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് എടുത്തു എന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് ഇങ്ങോട്ടെന്ന് പറയുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഈസ്റ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും മുകളിലോട്ടായിരിക്കും. മുകളിലോട്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന പറഞ്ഞിരുന്നത്? 2 കിലോമീറ്റർ. ഓക്കെ, ശേഷം ഫൈനലി he turned right and walks 6 kilometer. അയാൾ വീണ്ടും റൈറ്റ് എടുത്ത് 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് മുകളിലോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതാണ് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ അയാള് നമ്മുടെ ഓഫീസിൽ തന്നെ ട്രാവലിംഗ് ആരംഭിച്ചിട്ട് ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ബസ് സ്റ്റാൻഡിലാണ്. അത്രയും പറഞ്ഞു നോക്കിയിട്ടുണ്ടല്ലോ. ശേഷം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് ബസ് സ്റ്റാൻഡ്. നമ്മുടെ ഈ ഓഫീസും ബസ് സ്റ്റാൻഡും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. വേറെ അയാൾക്ക് ഓഫീസിനെ റെസ്പെക്ട് ആയിട്ട് നിന്നിട്ട് ഏത് ഡയറക്ഷനാണ് അയാൾ ഇപ്പൊ നിൽക്കുന്നത് ഡയറക്ഷൻ ഒന്നും അവിടെ ചോദിച്ചിട്ടില്ല. ആകെ ചോദിച്ചേക്കുന്നത് ഓഫീസും ബസ് സ്റ്റാൻഡും തമ്മിലുള്ള ഷോർട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇതാണ് ഓഫീസ്, ഇതാണ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആകെ എന്ത് ചെയ്യണം? ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യും. ഓക്കെയാണോ? ഇപ്പൊ ഞാൻ ഈ ഡോട്ടഡ് ലൈനിൽ കൊടുത്തേക്കുന്നതാണ് ഈ 2 പോയിന്റ് തമ്മിലുള്ള ഷോർട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോയിന്റ് ഉണ്ടോ? ഈ ഒരു പോയിന്റ് നമ്മുടെ ഈ ഡോട്ടഡ് ലൈനിൽ തട്ടിയിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള യാതൊരു ഐഡിയ നമുക്കില്ല. നമുക്ക് പടത്തിൽ നിന്നാകുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഉറപ്പായിട്ട് ഫിഗർ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതിന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങനെ വെച്ചിട്ട് കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റ് നമ്മുടെ ഈ ഡോട്ടഡ് ലൈനിൽ തട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു മെത്തേഡിലോട്ട് പോവേണ്ട ആവശ്യവും വരുന്നില്ല. അതിന് പകരം നമുക്ക് ഇതിനെ വലിയൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആയിട്ട് മാറ്റാം. എങ്ങനെ ചെയ്യാം അത്? അപ്പൊ ഇത് നമ്മുടെ എന്താവും? ഒരു സൈഡായി ഡോട്ടഡ് ലൈൻ നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു സൈഡാക്കി കൺസിഡർ ചെയ്യുക. ശേഷം ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ? കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കി. കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി. ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ സൈഡ് എത്രയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ സൈഡാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ഓഫീസ് ആൻഡ് ബസ് സ്റ്റാൻഡ്.
സംശയമില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ 90 ഡിഗ്രി. അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് ഏത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, മലയാളത്തിൽ കർണം എന്ന് പറയും. ഓക്കെ, നമ്മുടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത് നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാം, പിന്നെ ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു സൈഡ് എത്രയാണ്? ഇതുകൊണ്ട് ഇതുവരെ 3 ആണ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതുവരെ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതുകൊണ്ട് ഇതുവരെ രണ്ടാമത്തേക്ക് കണ്ടോ, ആ രണ്ടാണ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ മൊത്തത്തിൽ ഈ സൈഡിന്റെ ഈ സൈഡിന്റെ ലെങ്ത് 5 ആണ്. അതുപോലെ ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതുകൊണ്ട് ഇതുവരെ 6 വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതുവരെ എത്ര വന്നിട്ടുണ്ട്? ഇതുകൊണ്ട് ഇതുവരെ കണ്ടോ 4 മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇതുകൊണ്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അത് എത്രയാണ്? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നമുക്ക് എന്ത് കിട്ടി? ബേസ് കിട്ടി, നമ്മുടെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനായിട്ട് എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് h is equal to നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് is equal to base in the square plus altitude in the square. അതായത് പാദം ലംബം അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, which is equal to നമ്മുടെ ബേസ് എത്രയാണ്? 5. 5ന്റെ സ്ക്വയർ 25. സോറി, ഒരു സ്റ്റെപ്പിലൂടെ എഴുതി കാണിച്ചു. 5ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എത്ര 4 4 10. 10ന്റെ സ്ക്വയർ is equal to 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 plus 10ന്റെ സ്ക്വയർ 3 is equal to root of 125. ഇതാണ് നമ്മുടെ ആൻസർ. റൂട്ട് ഓഫ് 125 നമുക്ക് എങ്ങനെ എഴുതാം? പഠനം കാണിച്ചോട്ടെ. റൂട്ട് ഓഫ് 25 into 5. 25 5ആണ് 125. ഇതിന് സംശയമില്ലല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 25 into root 5 is equal to റൂട്ട് 25 എത്രയാണ്? 5. പിന്നെ നമുക്ക് വെളിയിലായുണ്ട് റൂട്ട് 5. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 5 റൂട്ട് 5 ആണ് ഇവിടുത്തെ ആൻസർ. എത്രയാണ് ആൻസർ വരുന്നത്? 5 റൂട്ട് 5. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഈ ഒരു സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ ബേസിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത് 5 ആണ്. അപ്പൊ ബേസ് 5 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ആണ് 5ന്റെ സ്ക്വയർ മാറ്റിക്കുക. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ലെങ്ത് 10 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ. ഓക്കെ, which is equal to സ്ക്വയർ റൂട്ട് നമ്മൾ അതുപോലെ കൊടുത്തിട്ടുണ്ട്. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആക്കിയില്ല, 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100. സംശയമില്ലല്ലോ. which is equal to നമ്മൾ വീണ്ടും സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്തു. ശേഷം 25 അതിന്റെ 100 എത്രയാണ്? 125. ഇനി നമ്മൾ നോക്കണം ഈ 125 ഏതെങ്കിലും ഒക്കെ സ്ക്വയേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ആളാണെന്ന് ചെക്ക് ചെയ്യണം. നമ്മളിപ്പോ നോക്കുമ്പോൾ 125 നോക്കുമ്പോൾ നമുക്ക് 125 എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 25 into 5 ആണ് 125. അപ്പൊ സ്വാഭാവികമായിട്ട് റൂട്ടിനകത്ത് രണ്ട് നമ്പേഴ്സിന് എന്താക്കി വന്നാലും മൾട്ടിപ്ലൈ ചെയ്ത് വന്നാലും നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു റൂളാണ്. ശേഷം റൂട്ട് 25 into റൂട്ട് 5. റൂട്ടിനകത്ത് ഇവിടെ 25 into 5 വന്നു. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 25 into റൂട്ട് 5 എഴുതി. നമുക്ക് അറിയാം റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. 5 into 5 ആണ് 25. അങ്ങനെയാണെങ്കിൽ 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. ശേഷം into റൂട്ട് 5. ആ റൂട്ട് 5. അപ്പൊ നമ്മുടെ ഓഫീസും ആ ഒരു വ്യക്തിയുടെ ഓഫീസും ബസ് സ്റ്റാൻഡും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നീളം കുറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മീറ്റർ ആണ്. ഇവിടെ ഏതാണ് യൂണിറ്റ് നോക്കണം. സോറി, കിലോമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 5 കിലോമീറ്റർ ആയിരിക്കും. സപ്പോസ് ഇത് മീറ്റർ ആണെങ്കിൽ 5 മീറ്റർ ആയിരിക്കും. അപ്പൊ യൂണിറ്റ് കൂടെ നോക്കിയിട്ട് ചിലര് ട്രിക്കി ആയിട്ട് 5 മീറ്റർ കാണും, 5 കിലോമീറ്റർ കാണും ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഈ 5 കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ യൂണിറ്റ് നോക്കാതെ മാർക്ക് ചെയ്ത് പോകരുത്. ക്വസ്റ്റ്യനിൽ ഏതാണ് യൂണിറ്റ് അതായിരിക്കും അവിടുത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ഡിഫറെന്റ് ആണ് ചോദ്യം. അപ്പൊ ഡൗട്ട്സ് ഉള്ളത് കമന്റ് ബോക്സിൽ കൊടുക്കുക. കമ്മിങ് വീഡിയോസിൽ നമുക്ക് കുറച്ചധികം റീസണിംഗിലെ ആയാലും മാത്സിലെ ആയാലും മറ്റേ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിന്റെ ആയാലും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാമെന്നൊരു പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും നല്ല നമസ്കാരം.